നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ആലപ്പുഴയില് CPM-കാരൊക്കെ അങ്ങ് പോപ്പുലർ ഫ്രണ്ട് ആവുകയാണെന്നാണ് നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ആലപ്പുഴയില് CPM-ലെ പോപ്പുലർ ഫ്രണ്ട് പോയതോ അല്ലെങ്കിൽ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രൻ ഇവിടെ പറയുന്നത് മുസ്ലിം വിരോധം പച്ചയ്ക്ക് പറയുകയാണ്. കാരണം ആലപ്പുഴയില് ഈ പോപ്പുലർ ഫ്രണ്ടിനെ താങ്ങി മുസ്ലിങ്ങളെ പറഞ്ഞാല് അത് കൊള്ളത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞ മുസ്ലിം സമുദായത്തെ അല്ല എന്ന് പറയാം. ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായം ആലപ്പുഴയിലെ CPM-ആയിട്ട് അടുക്കുന്നു, അല്ലെങ്കിൽ CPM കൂടുതൽ മുസ്ലിം സമുദായം വയറ്റിൽ അംഗങ്ങൾ വരുന്നു, അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, പറ്റുന്നില്ല. അതാണ് നിലവിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇത് കേൾപ്പിക്കാം, മുമ്പ് ഇതൊന്ന് ആമുഖമായിട്ട് പറയണം. നിലവില് അവിടെ ഈഴവ സമുദായം, പ്രത്യേകിച്ച് SNDP എന്നൊക്കെ ഒരു ബൾക്ക് ആളുകൾ BJP-യിലേക്ക് പോയി. ഇനി ബാക്കിയുള്ള ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് CPM-ൽ നിന്ന് പൂർണ്ണമായും BJP-യിലേക്ക് അടർത്തിയെടുക്കണം. അതിന് അവർക്കാണെങ്കിൽ ഒരു മുസ്ലിം വിരോധം പറയണം. ഇപ്പൊ വെള്ളാപ്പള്ളിയൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. അവർക്ക് മുസ്ലിം വിരോധം ഇങ്ങനെ കത്തിക്കണം. അത് വെള്ളാപ്പള്ളിയും സുരേന്ദ്രനും ഒക്കെ കൂടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നു. അതിനെ ഒരു PFI ഇട്ട് താങ്ങുന്നേ ഉള്ളൂ. നമുക്കിത് കേട്ടിട്ട് പ്രതികരിക്കാം. CPM-ന്റെ ഉന്നതനായ നേതാവ് G. സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തുകയുണ്ടായി. ഞാന് തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാവ് G. സുധാകരന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. നിങ്ങളെയൊക്കെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. G. സുധാകരന്റെ നിലപാടുകൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. G. സുധാകരന്റെ നിലപാടിലേക്ക് വരാം. G. സുധാകരനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ പിണറായി പക്ഷം അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷം വെട്ടി സംസ്ഥാന കമ്മിറ്റിന്നും ജില്ലാ കമ്മിറ്റിന്നും ഒക്കെ വെട്ടി അദ്ദേഹം ഒരു ബ്രാഞ്ചിന്റെ അംഗം മാത്രമാണ്. അദ്ദേഹം BJP-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ BJP-യിൽ വലിയൊരു സ്ഥാനം കൊടുക്കുന്ന സമയത്ത് ശ്രീ പിണറായി വിജയന്റെ ആളുകൾ അല്ലെങ്കിൽ CPM-ന്റെ ആളുകൾ അദ്ദേഹത്തിന് നൈസായിട്ട് എന്തോ ഒരു പണി കൊടുത്ത് വിരട്ടി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ആ വിരട്ടി ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് മധുരച്ചിട്ട് തുപ്പാനും പറ്റില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് G. സുധാകരൻ ഉള്ളത്. ആ G. സുധാകരൻ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പലതും പറയും. അപ്പൊ അത് ഏറ്റുപിടിച്ചുകൊണ്ട് എങ്ങനെയും അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന ഇതിലാണ് ഇപ്പൊ ഈ കളി നടക്കുന്നത്. നോക്കൂ, ആലപ്പുഴ ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും പരിശോധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിശോധിക്കാൻ പോകുന്നത്? ആലപ്പുഴ ജില്ലയിലെല്ലാം CPM ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിലെ CPM എല്ലാം BJP ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആലപ്പുഴ, പുന്നപ്രയിലും വയലാറിലും അടക്കം BJP ഒന്നാം സ്ഥാനത്ത് വന്നു. വെറുതെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പറയുന്നത് ശരിയാണ്. പുന്നപ്രയിലും വയലാറിലും എല്ലാം BJP ഒന്നാം സ്ഥാനത്ത് വന്നു. എങ്ങനെ വന്നു? CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകൾ പൂർണ്ണമായും BJP-യിലേക്ക് പോയി വന്നതല്ല. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാർട്ടിയിൽ അംഗത്വം എടുത്തവരുടെ ഡെമോഗ്രഫിയെ, റിലീജിയസ് ഡെമോഗ്രഫി നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അതിന്റെ ഒരു കണക്ക് നിങ്ങളൊന്ന് നോക്കണം. ജനസംഖ്യ അനുപാതം. സുരേന്ദ്രൻ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ CPM-ലേക്ക് വന്നു, അവർക്കാണെങ്കിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്നു, അവരെ ലോക്കൽ സെക്രട്ടറി ആക്കുന്നു, ഒരു ഏരിയ സെക്രട്ടറി ആക്കുന്നു, ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആക്കുന്നു. CPM-ന് എന്തുവാണ് മതം? CPM-ന് എവിടെയാണ് മതം? അവിടെ എല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ PDPFI ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കും. അപ്പൊ മുസ്ലിം സമുദായത്തിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല കേട്ടോ. CPM ചുമ്മാ അങ്ങ് സ്ഥാനം കിട്ടുകയാണ്. CPM-നകത്ത് ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട അയാളെ സെക്രട്ടറി ആക്കണം. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് കൂടിയാൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണമെന്നാണ്. BJP-യിൽ എങ്ങനെ അറിയോ? മുസ്ലിം സമുദായത്തിൽ നിന്ന് നമ്മുടെ AP അബ്ദുള്ള കുട്ടി പോയപ്പോ ഒന്നും നോക്കിയില്ല, ദേശീയ ഉപാധ്യക്ഷനാക്കി. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് അനിൽ ആന്റണി പോയപ്പോ ഒന്നും നോക്കിയില്ല, ദേശീയ സെക്രട്ടറി ആക്കി. ആളുകളായി പറയുന്നത്. ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട, അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ്. എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് കേരളത്തിലെ CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങള് മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കുന്നവർ അവരെ മതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മുസ്ലിം സമുദായം എന്തോ CPM-ൽ നിന്ന് തേങ്ങ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ധ്രുവീകരണം, വർഗീയ ധ്രുവീകരണമാണ് സുരേന്ദ്രൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രതിലോമ ശക്തികൾ കടന്നു വരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമല്ല. മോദി സർക്കാർ ഉള്ളത് കൊണ്ട് ഇപ്പോ PFI നിരോധിച്ചു, ഭീകരവാദ ശക്തികളെയൊക്കെ അടക്കി നിർത്തി. വല്ല കാരണവശാലും കോൺഗ്രസോ മറ്റോ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഫയലിൽ രാഹുൽ ഗാന്ധി ഒപ്പിടുക PFI നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം നീചമായ ഒരു രാജ്യവിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത്. 2-3 ദിവസമായിട്ട് അവിടുത്തെ പൂങ്കുന്നം, അതുപോലെ തൃശ്ശൂർ ടൗണ്, അങ്ങനെയുള്ള പല ബൂത്തുകളിലെ വോട്ടുകൾ നോക്കി. ഇത്രയും വർഷമായിട്ട് 25-30 വർഷമായിട്ട് നിരന്തരമായി UDF-നെ പിന്തുണയ്ക്കുന്ന തൃശ്ശൂരിലെ പരമ്പരാഗത ഭൂരിപക്ഷ സമുദായത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ മാത്രം ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ പല ബൂത്തുകളിലും ഭൂരിപക്ഷ സമുദായത്തിലെ ഉയർന്ന സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല ബൂത്തുകളിലും KC വേണുഗോപാലിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോ സുരേന്ദ്രനും പറയുന്നത് ഭൂരിപക്ഷ സമുദായത്തിലെ പ്രത്യേകിച്ച് നായർ വിട്ടങ്ങ് മേലോട്ടുള്ള എല്ലാവരുടെ വോട്ടുകൾ BJPക്ക് കിട്ടി. ഇവിടുത്തെ പിന്നോക്കക്കാരനെല്ലാം BJPക്കൊപ്പം വരണം. കാരണം മുസ്ലിം സമുദായത്തെ ഭയങ്കരമായിട്ട് CPM എടുത്തു വെക്കുന്നു എന്നുള്ളത് മുസ്ലിം വിരോധം പച്ചയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഇതിന് വളവിട്ട് കൊടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനുമാണ്. ഇത് CPM തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചാൽ മാത്രമേ, അല്ല ഇത് കേൾക്കുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിലെ മൊത്തം അംഗങ്ങളെ സ്ഥാനമാനങ്ങളൊക്കെ കളയുക എന്നുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശക്തിയായിരുന്ന വോട്ട് ബാങ്കുകൾ പൂർണ്ണമായിട്ടും ഹിന്ദുത്വവൽക്കരിക്കാൻ BJPക്ക് കേരളത്തിൽ സാധിച്ചിരിക്കുന്നു. അതിന് നിങ്ങളുടെ കഴിവുകേട് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞ് CPM പ്രവർത്തിക്കുക. എന്തായാലും ജി സുധാകരനെ പോലുള്ള ആളുകൾ ഉറപ്പായിട്ടും BJPയിൽ പോകുന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല. അദ്ദേഹം ഒരു സംഖ്യയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക.